വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. എൻ്റെ നിത്യവ്രത വാഗ്ദാനം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിരുന്നു. ഞാൻ തിരുമണിക്കൂർ ആരാധന നടത്താൻ ശ്രമിക്കുകയായിരുന്നു. അന്ന് മാസത്തിലെ ആദ്യ വ്യാഴാഴ്ചയായിരുന്നു. ചാപ്പലിൽ പ്രവേശിച്ച ഉടനെ ദൈവസാന്നിധ്യം എന്നെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. ഒരു നിമിഷത്തിനു ശേഷം മുറിവുകളാൽ ആവൃതനായ കർത്താവിനെ ഞാൻ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, നീ പരിണയിച്ചവനെ കാണുക. എനിക്ക് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, മുറിവേറ്റും സഹനങ്ങളാൽ തകർക്കപ്പെട്ടും കാണുമ്പോൾ അങ്ങയെ മഹത്വത്തിൽ കാണുന്നതിലും കൂടുതലായി ഞാൻ സ്നേഹിക്കുന്നു. ഈശോ ചോദിച്ചു, എന്തുകൊണ്ട്? ഞാൻ മറുപടി നൽകി, വലിയ മഹത്വം എന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ ഒന്നുമില്ലാത്തവളാണ്. അങ്ങയുടെ മുറിവുകൾ എന്നെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് വലിച്ചടുപ്പിക്കുകയും അങ്ങേക്ക് എന്നോടുള്ള വലിയ സ്നേഹത്തെക്കുറിച്ച് എന്നോട് പറയുകയും ചെയ്യുന്നു. ഈ സംഭാഷണത്തിനു ശേഷം നിശബ്ദത പരന്നു. ഞാൻ അവിടുത്തെ തിരുമുറിവുകളിൽ ദൃഷ്ടി ഉറപ്പിച്ചു. അവിടുത്തോട് കൂടി സഹിക്കുന്നതിൽ ഞാൻ സന്തോഷിച്ചു. ഞാൻ സഹിച്ചു, എന്നാൽ എനിക്ക് സഹനം അനുഭവപ്പെട്ടില്ല. അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമായിരുന്നു. 1 മണിക്കൂർ 1 മിനിറ്റ് പോലെ കടന്നുപോയി. ഞാൻ ഒരിക്കലും ആരെയും വിധിക്കരുത്. വിട്ടുവീഴ്ചയോടെ മറ്റുള്ളവരെ കാണാനും എന്നാൽ എന്നോട് തന്നെ കർശനമായിരിക്കാനും ഞാൻ തീരുമാനിച്ചു. എല്ലാം ദൈവത്തിന് സമർപ്പിക്കാനും എന്നെ തന്നെ മനസ്സിലാക്കാനും ഞാൻ എത്രമാത്രം നികൃഷ്ടയും ഇല്ലായ്മയുമാണെന്ന് സ്വയം മനസ്സിലാക്കാനും ഞാൻ നിശ്ചയിച്ചു. സമയത്തിന്റെ തികവിൽ എല്ലാം കടന്നുപോകുമെന്നറിഞ്ഞ് സഹനത്തിൽ ക്ഷമയും ശാന്തതയും പാലിക്കാൻ തീരുമാനമെടുത്തു. നിത്യവ്രത വാഗ്ദാനം നടത്തിയ നാളുകളിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുകയാകും നല്ലത്. ഞാൻ അവിടുന്നിലും അവിടുന്ന് എന്നിലുമാണ്. വന്ധ്യപിതാവ് റോസ്പോണ്ട് എന്നെ മോതിരമണിയിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ വന്നു നിറഞ്ഞു. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധമായിരുന്നതിനാൽ ഞാൻ നിശബ്ദത പാലിക്കുകയാണ്. നിത്യവ്രത വാഗ്ദാനത്തിനു ശേഷം ദൈവവുമായുള്ള എൻ്റെ ബന്ധം മുൻപുള്ളതിനേക്കാൾ ഗാഢമായി. ഞാൻ ദൈവത്തെയും ദൈവം എന്നെയും സ്നേഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞതിൽ പിന്നെ അവിടുത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യാതായി. 100 വർഷത്തെ ലോകസുഖങ്ങളേക്കാൾ ആത്മാവിന്റെ വരൾച്ചയുടെ ആധിക്യത്തിൽ ദൈവസന്നിധിയിൽ 1 മണിക്കൂർ ചെലവഴിക്കുന്നതായിരുന്നു എനിക്ക് പ്രിയങ്കരം. ലോകത്തിൽ ഒരു രാജ്ഞിയായിരിക്കുന്നതിനേക്കാൾ മഠത്തിൽ ഒരു ഹീനജോലി ചെയ്യുന്നവളായിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദൈവം എൻ്റെ പ്രതിഫലമായിരിക്കുവാൻ എൻ്റെ നന്മ പ്രവൃത്തികൾ മനുഷ്യരുടെ കൺമുമ്പിൽ നിന്ന് മറച്ചുവെക്കാൻ ഞാൻ പരിശ്രമിക്കും. തന്നെ ചവിട്ടി നടക്കുന്ന കാലുകളെ നോവിക്കാതെ തൻ്റെ പരിമളം പരത്തുകയും സ്വയം മറന്ന് തന്നെ ചവിട്ടിയരച്ച വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പുൽക്കൊടികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വയലറ്റ് പുഷ്പം പോലെ ഞാനാകും. ഇത് മനുഷ്യപ്രകൃതിക്ക് വളരെ ആയാസകരമാണ്. എന്നാൽ ദൈവകൃപ നമ്മെ സഹായിക്കും.